നമുക്കെന്നേ കുഴിയിൽ നിന്ന് നേരിട്ടിട്ട് കുഴിമന്തി എടുത്തുണ്ടാക്കിയിട്ട് നമ്മൾ ടേബിളിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് ഫുള്ളായിട്ട് കണ്ടോക്കട്ടോ. ഒരുവിധം ഹോട്ടലിലൊന്നും നിങ്ങളിപ്പോൾ ഇതുപോലത്തെ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ ഈ ഒരു ഐറ്റം കണ്ട ഒരു പക്ഷേ ചില ആളുകൾക്ക് ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ സ്പോട്ട് ഏതാന്നുള്ളത് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു ചിക്കൻ, അതിൻ്റെ മുകളിലുള്ള ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു എന്താ പറയുക, വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് വെന്തിട്ടുള്ള മന്തി റൈസാണ് ഇപ്പോൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു മന്തി റൈസിന് അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കാരണം ഈ ചിക്കൻ മെന്നുള്ള ഒരു മൈൽഡ് ഫ്ലേവർ ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക മസാല മൊത്തം ഈ ഒരു ചോറിലേക്ക് ഇറങ്ങിയിട്ടാണ് ആ ഒരു മന്തി റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ആ സ്പോട്ട് വരുന്നത് നമ്മളുടെ കോട്ടക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു മന്തി റൈസിൽ മസാല ചിക്കൻ മന്തിയാണ്. അത് ഈ ഇവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതിന് കൂടെ നല്ല മട്ടൺ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള മട്ടനാണ് കേട്ടോ. നല്ല സ്ലോ കുക്ക് ചെയ്ത് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള മട്ടനുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു മസാല ചിക്കൻ മന്തിയും അതിന് കൂടെ മട്ടൺ കഴിച്ചു നോക്കട്ടെ. മട്ടൻ്റെ കൂടെ ഒരുപാട് വെജീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവർ പറയുന്നത് ഈ ഒരു സ്റ്റീംഡ് മട്ടൻ്റെ കൂടെ വരുന്ന വെജീസ് ഉണ്ടല്ലോ, പൊട്ടാറ്റോ ക്യാരറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിന് വരെ ഒരു പ്രത്യേക ഫാൻസിന്, കാരണം അത്രയും ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല ചിക്കൻ മന്തി നമുക്ക് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു സ്റ്റീംഡ് മത്തനെ നിങ്ങൾക്ക് ഇതാ കാണിച്ചു കേട്ടോ. ആ ഒരു എല്ലുമെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള നന്നായിട്ട് വെന്തിട്ടുള്ള മട്ടനാണ് കേട്ടോ. അതിൻ്റെ കൂടെ അല്പം റൈസ് എടുത്തിട്ടുണ്ട്, മന്തി റൈസ് എടുത്തിട്ടുണ്ട്. മന്തി റൈസിനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ല്, നല്ല അടിപൊളി സ്മെല്ലാണ്. മട്ടനെ കണ്ടില്ല, നല്ല പൊടിഞ്ഞു പോയിട്ടുള്ള മട്ടനാണ് കേട്ടോ. നല്ല സ്ലോ കുക്ക് ചെയ്തത് കാരണം തന്നെ ഇങ്ങനെ തൊട്ടപ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ആ എല്ലും ആ ഒരു അതിൻ്റെ മീറ്റും സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനി ഈ ചിക്കൻ്റെ കാര്യം നിങ്ങൾ കണ്ടോളൂ, ഈ വീഡിയോയിൽ തന്നെ കണ്ടോളൂ. ചിക്കൻ മൊത്തമായിട്ട് ഞാൻ അങ്ങനെ എടുത്ത് പൊന്തിച്ചിരുന്നു. പക്ഷെ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഇത് അതുപോലെ ഹാഫ് പോർഷനായിട്ട് പൊടിഞ്ഞു പോയിട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിങ്ങനെ സ്ലോ കുക്ക് ചെയ്തിട്ട് ആ ഒരു കുഴി കിടന്നിട്ട് സ്ലോ കുക്ക് ചെയ്ത് വരുന്ന ആ ഒരു മന്തി ആയതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോട്ടക്കക്കാരുടെ ഇഷ്ട സ്പോട്ടായിട്ടുള്ള അൽറീം കുഴിമന്തിയുടെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടൊന്ന് കഴിച്ചു നോക്കുക. ലാസ്റ്റ് അവരുടെ ഈ ഒരു ചീസ് കുനാഫയും കൂടി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് തന്നെ തോന്നിയിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടൊന്ന് കഴിച്ചു നോക്കുക, കഴിച്ചിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. ഇതുവരേക്കും ബൈ.